ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 191 മണ്ഡലം 1 അഷ്ടകം 2 അനുവാകം 19 സൂക്തം 131 ഇന്ന് നോക്കുന്നത്. ഇതിലെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ആരാണെന്ന് ഇതിനു മുമ്പിൽ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. സയൻസ് മാത്രം പോരാ. ഉദാഹരണമായിട്ട് സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ സാധനങ്ങളും ഉണ്ട്, പാചകക്കുറിപ്പും ഉണ്ട് ഉണ്ടായത് കൊണ്ടായില്ല. ആരെങ്കിലും ഒരാൾ അതിനെ മുറിച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് കത്തിച്ചാലേ പറ്റൂ. അതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് MBA-കാരൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻജിനീയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുന്നത്. ഇനി ആ പാത്രത്തിൻ്റെ അടുത്ത് നടക്കുന്ന പ്രക്രിയയും ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സാമ്പാറാകുന്നത്. എങ്കിലും അവിടെയും ആ സയൻസിൽ നിന്ന് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വരുന്നുണ്ട്. അത് പ്രപഞ്ച സൃഷ്ടി മുതലുള്ള ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷം എല്ലാ കർമ്മങ്ങളെയും, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അതിൻ്റെ അകത്ത്, നമ്മളൊരു കർമ്മം ചെയ്യാമെന്ന് ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ട് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ ഇടക്ക് പ്രവർത്തിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. വേദം എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലാതെ വെറും സയൻസ് അല്ല. വെറും സയൻസ് കൊണ്ട്, സയൻസ് ശാസ്ത്രതത്വമുള്ളതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. തിയറി പഠിച്ചിട്ട് തലയിൽ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. എത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാലും എന്ത് ജ്ഞാനം നേടിയാലും അത് പ്രാക്ടിക്കലായിട്ട് ഏകോപിപ്പിച്ച് ചെയ്യണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്, അല്ല സയൻസ് അല്ല. അതാണ് മാനേജ്മെൻറ്റ്. അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ്. അതുപോലെ സൃഷ്ടിയുടെ എല്ലാ കർമ്മത്തിലും ഈ ഏകോപനമുണ്ട്. ആ ഏകോപനിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പിന്നെ അങ്ങ് പോകാം. അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 131 1. ഋഷി പരിച്ഛേവൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് അഷ്ടി. ഇന്ദ്രായ ഹി ദൗറസുരോ അനംനദേന്ദ്രായ മഹി പൃഥ്വീവരീമഭിർ ദുംനസാദാവരീമഭിഹി. ഇന്ദ്രം വിശ്വേസ ജോഷോ ദേവാസോ ദധിരേ പുരഃ. ഇന്ദ്രായ വിശ്വാസവനാനി മാനുഷാരതാനി സന്തു മാനുഷാം. ഇന്ദ്രൻ്റെ മുൻപിൽ ആകാശം കുനിയുകയും ഭൂമി കുമ്പിടുകയും ചെയ്തു. യജമാനൻ അന്നത്തിനു വേണ്ടി കുമ്പിടുന്നു. എല്ലാ ദേവതകളും ഏകമതരായി ഇന്ദ്രനെ ശ്രേഷ്ഠനാക്കി, അല്ലെങ്കിൽ മുൻപനാക്കി. മനുഷ്യരാൽ നൽകപ്പെടുന്ന സോമയുക്തമായ ആഹൂതികൾ ഇന്ദ്രനെ പ്രാപിക്കണമേ. ഒന്നിൽ പറയുകയാണ്, ഇന്ദ്രൻ്റെ മുമ്പിൽ ആകാശവും ഭൂമിയും എല്ലാം കുമ്പിട്ടേ പറ്റൂ. കാരണം ഈ ആകാശം ഭൂമി ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയയും ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ നമസ്കരിച്ചേ പറ്റുകയുള്ളൂ. യജമാനൻ അന്നത്തിന് വേണ്ടിയും ഇന്ദ്രനെയാണ് ആശ്രയിക്കുന്നത്. നമ്മളൊരു അന്നം കിട്ടണ്ടെങ്കിൽ നമുക്ക് ചോറ് കിട്ടണം. ആരെ ആശ്രയിക്കണം? ഇന്ദ്രനെ ആശ്രയിക്കണം. കാരണം നമ്മൾ അരിയും വെള്ളവും കൊണ്ടുപോയിട്ട് പാത്രത്തിലിട്ട് അടിയിൽ അഗ്നി കൊടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അഗ്നിയുടെ സഹായത്താൽ ഒരു ശക്തിവിശേഷം അതിനെ ചോറാക്കി തരുന്നുണ്ട്. അപ്പോൾ ആ ഇന്ദ്രൻ, അതാണ് സൂപ്പർവൈസർ, അവിടുത്തെ മേസ്ത്രിയാണ് ഇന്ദ്രൻ. അപ്പം ആ ഇന്ദ്രനാണ് നമുക്ക് അരിയും വെള്ളം, ഇന്ദ്രനാണ് നമ്മൾ അരിയും വെള്ളം എല്ലാം കൊടുക്കുന്നത്. ഇന്ദ്രൻ അതെടുത്തിട്ട് നമുക്ക് ചോറ് തരും. അപ്പോൾ യജമാനൻ അന്നത്തിന് വേണ്ടി ഇന്ദ്രനെ കുമ്പിടും. എല്ലാ ദേവതകളും ഒരൊറ്റ മനസ്സോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഏത് ഈ പ്രപഞ്ചത്തിലുള്ള എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ട് വെള്ളമാകുന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രജനും ഓക്സിജനും ദേവതകളാണ്.
അവ ആരെ ആശ്രയിക്കുന്നു? അവയെ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനെ ആശ്രയിക്കുന്നു. മനുഷ്യരാൽ നൽകപ്പെടുന്ന ഈ സോമങ്ങളെല്ലാം ഇന്ദ്രനെയാണ് പ്രാപിക്കുന്നത്. നമ്മളൊരു വീട് വെക്കുമ്പോഴും നമ്മൾ കല്ലും മണ്ണും എല്ലാം കൊടുക്കുന്ന ആർക്കാണ്? മേസ്ത്രിക്കാണ്. മേസ്ത്രിയാണ് അവിടെ ഏകോപിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ ഇന്ദ്രനാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. ഇന്ദ്രൻ അത് സ്വീകരിക്കുന്നു. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 131 2. വിശ്വേഷു ഹി ത്വാ സവനേഷു തുജ്യതേ സമാനമേകം വൃണമണ്വ പൃഥക് സ്വസനിഷ്വ പൃഥക് രം ത്വാ നാവം ന പർഷർണീം ശുഷസ്വ ധൂരി ധീമഹി ഇന്ദ്രം ന യജ്ഞശ്ചിതയന്ത ആയവഃ സ്തോമേഭിർ ഇന്ദ്രമായവഃ. എല്ലാ സോമയാഗങ്ങളിലും യജമാനൻ എല്ലാവരുടെയും പ്രതിനിധി രൂപത്തിൽ ഇന്ദ്രന് ഹവിസ് നൽകുന്നു. വള്ളത്തിൽ അക്കര കടത്തുന്നവനെ പോലെയുള്ള ഇന്ദ്രനെ യജ്ഞങ്ങൾ വഴിയായി ചൈതന്യമുള്ളവനാക്കി സൈന്യത്തിൻ്റെ മുൻപിലായി സ്ഥാപിക്കുന്നു. മനുഷ്യർ സ്തോത്രങ്ങളാൽ ഇന്ദ്രനെ സ്മരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഇന്ദ്രനോട് പറയുകയാണ്, നമ്മൾ എന്ത് യജ്ഞങ്ങൾ നടത്തുമ്പോൾ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ചെയ്യുന്ന യജമാനൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഹാബിസ് ഇന്ദ്രനെയാണ് ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്തിട്ട് വെള്ളം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആർക്കാണ് കൊടുക്കുന്നത്? ഇന്ദ്രനാണ് കൊടുക്കുന്നത്. കല്ലും മണ്ണും കൂട്ടിയിട്ട് വീടുണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ കല്ലും മണ്ണും മേസ്ത്രിക്കാണ് കൊടുക്കുന്നത്. അതുപോലെ എല്ലാ വസ്തുക്കളും ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇന്ദ്രൻ അത് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ട് അത് യജ്ഞത്തിൽ ഉപയോഗിക്കുന്നു. വള്ളത്തിൽ അക്കരെ കടത്തുന്നവനെ പോലെ തോണിയിൽ ഒരാൾ അക്കരെ കടത്തുന്ന പോലെ. കാരണം തോണിക്കാരന് ജോലി ഇവിടെയുള്ളവരെ അപ്പുറം കടത്തുക. അതേപോലെ നമ്മൾ സൈന്യത്തിൻ്റെ മുമ്പിൽ ഇന്ദ്രനെ ചൈതന്യവാനായി കൊണ്ട് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നു. നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ, ഒരു യുദ്ധം നടത്തുമ്പോൾ, യുദ്ധമാണ്. ഏത് യജ്ഞവും ഒരു യുദ്ധമാണ്. കാരണം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്തൊന്ന് ചെയ്യാൻ പോകുമ്പോഴും അവിടെ ഒരു എതിർപ്പുണ്ട്. ന്യൂട്ടൻ്റെ തേർഡിലും. അപ്പോൾ ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് നമ്മൾ പുതിയൊരു വസ്തു ഉണ്ടാക്കുന്നത്. അരി പെട്ടെന്നൊന്നും പദം വരില്ല. ഒരു ഗുസ്തി പിടിക്കണം. അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആക്ഷനുണ്ട്, റിയാക്ഷനുണ്ട്. ആക്ഷന് പിന്നിൽ പ്രവർത്തിക്കുന്ന, ഏകോപിപ്പിക്കുന്നതാണ് ഇന്ദ്രൻ. ഒരു ശക്തി എതിർക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെ ഇന്ദ്രനെ ചൈതന്യവത്തായി തീർക്കുന്നു. നമ്മൾ സൈന്യത്തിൻ്റെ മുന്നിൽ സ്ഥാപിക്കുന്നു. എന്നിട്ട് സ്തോത്രങ്ങൾ ആലപിക്കുന്നു. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എപ്പോഴേ ജയിക്കാൻ പറ്റുള്ളൂ? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്താലേ ജയിക്കാൻ പറ്റുള്ളൂ. സയൻസിൻ്റെ ബലത്തിലാണ് ഇന്ദ്രൻ യജ്ഞത്തെ മറികടക്കുന്നത്. ചോറുണ്ടാക്കുന്നതിൻ്റെ പിന്നിലും ഒരു സയൻസ് ഉണ്ട്. ആ സയൻസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സയൻസ് ഇന്ദ്രൻ്റെ മുന്നിൽ പറയുന്നു, സ്തുതിക്കുന്നു. ഇന്ദ്രനോട് പറയുന്നു, ഇന്ദ്ര, നീ വിചാരിച്ചാൽ നമ്മൾ ചൂടാക്കുന്ന അരിയും വെള്ളത്തെയും എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും? സയൻസ്, ഈ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കതിനെ ചോറാക്കാൻ പറ്റും. അപ്പോഴാണ് ഇന്ദ്രൻ അതിനെ ചോറാക്കിയിട്ട് തരുന്നത്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 131 3. വിത്വാ തതശ്രേ മിഥുന അവസ്വവോ വ്രജസ്യ സാദാ ഗവ്യസ്യ ന സൃജാ സക്ഷന്ത ഇന്ദ്ര നിസൃജാം യദ്ഗവ്യന്താദ്വാജനാ
സ്വറിയന്താസമൂഹസി ആവിഷ്കരി ക്രദ്വൃഷണം സ ചാഭുവം വജ്രമിന്ദ്ര സ ചാഭുവം. രക്ഷ ആഗ്രഹിക്കുന്ന ഗൃഹനാഥൻ തൻ്റെ പത്നിയോടൊത്ത് ഗോക്കളെ നേടുന്നതിനായി ഇന്ദ്രൻ്റെ 4 ഭാഗത്തും ഒന്നിച്ചു കൂടുന്നു. അവർക്ക് യജ്ഞാദി കർമ്മങ്ങൾ വഴിയായി അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യണമേ. ഇന്ദ്രൻ സന്തത സഹചാരിയായ വജ്രായുധം പ്രകടമാക്കുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, രക്ഷ ആഗ്രഹിക്കുന്ന നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ചോറുണ്ടാക്കി വിശക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ചോറ് തിന്നിട്ട്. ചോറുണ്ടാക്കണ്ടെങ്കിൽ എന്ത് വേണം? അരിയെ ഇന്ദ്രൻ്റെ സഹായത്താൽ ചോറാക്കി മാറ്റണം. രക്ഷ ആഗ്രഹിക്കുന്ന നമ്മൾ, ഗൃഹനാഥൻ തൻ്റെ പത്നിയോടൊത്ത് ഗോക്കളെ നേടുന്നതിനായിട്ട്, അതെല്ലാം ഒരു കവിഭാവനയിൽ പറയുകയാണ്. ഗോക്കളെ നേടുക. ഗോക്കൾ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഗോക്കൾ എന്ന് പറയുന്നത് ധനമാണ്. അപ്പം ധനം നേടുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് ധനം കിട്ടാൻ വേണ്ടി തന്നെയാണ്. ചോറുണ്ടാക്കി വിൽക്കാനുമായിരിക്കും ധനം നേടാൻ. നിന്റെ 4 ഭാഗത്തും ഒന്നിച്ചു കൂടുന്നു. അപ്പം ഇന്ദ്രനെ ആരെയെല്ലാം വിളിക്കുന്നുണ്ട്? 4 ഭാഗത്തുനിന്നും വിളിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ചോറുണ്ടാക്കുമ്പോൾ അടുത്ത വീട്ടിലെ കാറും ചോറുണ്ടാക്കാൻ ഇന്ദ്രനെ വിളിക്കും. ഈ ഇന്ദ്രൻ എല്ലായിടത്തും ഓടിപ്പോയി. അപ്പം 4 ഭാഗത്തു നിന്നും നിന്നെ ഒന്നിച്ചു കൂടുന്നു, നിന്റെ അടുത്തേക്ക് വരുന്നു. അവർക്ക് അവരുടെ യജ്ഞം വഴിയുള്ള അഭിഷ്ടങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കുന്നു. ഓരോർക്ക് ഓരോ ആഗ്രഹമായിരിക്കും, അത് നീ സാധിപ്പിച്ചു കൊടുക്കും. എനിക്ക് ചോറാണ് വേണ്ടത്, വേറൊരാൾക്ക് ചിക്കൻ ബിരിയാണിയാണ് വേണ്ടത്. അങ്ങനെ പലവർക്കും പല ബിരിയാണി ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ചിലവർക്ക് വേറെ വെജിറ്റേറിയൻ മീൽസ് ആയിരിക്കും. എല്ലാത്തിലും ഇന്ദ്രൻ കയറിയിട്ടാണ് അവരുടെ ആഗ്രഹങ്ങൾ അഭിഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത്. നീ നിൻ്റെ കൂടെയുള്ള വജ്രായുധത്തെ പ്രകടമാക്കിയിരിക്കുന്നു. അപ്പം നീ വജ്രായുധമായിട്ടാണ് വരിക. കാരണം ഏത് കർമ്മവും നമ്മളൊരു പുതിയ ഒന്നുണ്ടാക്കേണ്ടിക്ക് വെട്ടുക, മുറിക്കുക. നമ്മളൊരു പേപ്പർ ഉണ്ടാക്കേണ്ടിക്ക്, പേപ്പർ എന്ന് ഒരു തോണി ഉണ്ടാക്കേണ്ടിക്കൽ, കുട്ടികൾ കളിക്കാനുള്ള തോണി എന്ത് ചെയ്യും? പേപ്പർ എടുത്ത് മുറിക്കും, മടക്കും, വീഴ്ത്തുമല്ലോ. അപ്പം മുറിക്കലും സാമ്പാർ ഉണ്ടാക്കേണ്ടിക്ക് വെണ്ടക്ക മുറിക്കണം, വഴുതന മുറിക്കണം, എല്ലാം മുറിച്ച് യോജിപ്പിച്ച്, മേശ ഉണ്ടാക്കാൻ തടി മുറിച്ച് എല്ലാത്തിലും മുറിച്ച് യോജിപ്പിക്കലാണ്. അതുമാതിരി അതിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനത്തിലും അരി ചോറാവുമ്പോൾ അതിൻ്റെ അകത്തൊരു മുറിക്കലും തറിക്കലും നടക്കുന്നുണ്ട് രാസപ്രവർത്തനത്തിലൂടെ. അപ്പോൾ ഇതിനെല്ലാം ഒരു ആയുധം വേണ്ടേ മുറിക്കാൻ. അപ്പം എല്ലാം മുറിക്കാൻ പറ്റുന്ന വസ്തു എന്താണ്? വജ്രമാണ്. ഏറ്റവും ലഭ്യമായത് വജ്രം. അതുകൊണ്ട് വജ്രായുധം എടുത്തിട്ടാണ് വരുന്നതെന്ന് പറയുന്നതേ ഉള്ളൂ. കാരണം എല്ലാ ജോലിയും ചെയ്യേണ്ടിക്ക് അത്രയും മൂർച്ചയുള്ള ഒരു സാധനം, അത് വജ്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈമിൽ എന്തുണ്ട്? വജ്രായുധമുണ്ട്. ഇനി 4-ാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 131 4. വിദുഷ്ടേ അസ്യ വീരസ്യ പൂരവ പുരോ യദിന്ദ്ര ശാരദീരവാതിര സസഹാനോ അവാതിരഃ ശാശസ്ത്വം ഇന്ദ്രമർത്യം യുജും ശവസസ്പദേ മഹീമമുഷ്ണാ പൃഥ്വീമിമ അപോ മന്ദസാന ഇമ അപഹ. ഇന്ദ്രൻ്റെ പരാക്രമങ്ങൾ മനുഷ്യർ അറിയുന്നു. ഇന്ദ്രൻ യജ്ഞഹീനന്മാരുടെ കോട്ടകൾ നശിപ്പിച്ചു, ശത്രുക്കളെ നശിപ്പിക്കുന്നു, വിശാലമായ പൃഥ്വിയെയും ജലത്തെയും കീഴടക്കി. ഇന്ദ്രനോട് പറയുകയാണ്, നിന്റെ പരാക്രമങ്ങൾ മനുഷ്യർക്കെല്ലാം നല്ലോണം അറിയാം. ഇന്ദ്രൻ ചെയ്തു കൂട്ടുന്ന എന്താണ്? നമ്മൾ കൊടുക്കുന്നതിനെല്ലാം എന്തോ ആക്കിത്തരും അല്ലേ? നല്ല കട്ടിയുള്ള ഇറച്ചി വെള്ളത്തിലിട്ടിട്ട് അങ്ങ് ചൂടാക്കിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? നല്ല പദമുള്ളതാക്കി തരും. അപ്പം അതെല്ലാം മുറിച്ച് തറച്ച് അതിൻ്റെ അകത്ത് അതിനെ പദം വരുത്തുക എന്ന് പറഞ്ഞാൽ
ഇന്ദ്രൻ്റെ പരാക്രമം എല്ലാ മനുഷ്യർക്കും നല്ലവണ്ണം അറിയാം. നീ യജ്ഞം നടത്താത്തവരുടെ കോട്ടകൾ നശിപ്പിക്കുന്നു. ആരെങ്കിലും കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അവൻ നശിച്ചു പോകും. യജ്ഞഹീനരുടെ, കർമ്മം ചെയ്യാത്തവരുടെ കോട്ടകൾ നശിച്ചു പോകും. അധ്വാനിക്കാത്തവരുടെ കുടുംബങ്ങൾ നശിച്ചു പോകും. നീ ശത്രുക്കളെ ഇല്ലാതാക്കും. അതായത് എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ട്. നീ അതിനാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. അരിയെ ചോറാക്കാൻ സമ്മതിക്കാത്ത ഒരു ശക്തി അവിടെയുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വലൻ്റ്. സയൻസ് പഠിച്ചവർക്ക് പെട്ടെന്ന് പറയുന്ന മനസ്സിലാവും. ശത്രുക്കളെ നശിപ്പിക്കും. നീ ഭൂമിയെയും ജലത്തെയും എല്ലാം കീഴടക്കിയിരിക്കുന്നു. ജലത്തെ കീഴടക്കി എങ്ങനാ? ചൂട് വെയിൽ കിട്ടുമ്പോൾ ജലത്തെ പൊട്ടിച്ചിട്ട് അങ്ങ് ഉയർത്തി ബാഷ്പീകരിച്ചിട്ട്, പൊട്ടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ തന്മാത്രകളെ വേർപെടുത്തി ബാഷ്പീകരിച്ച് അങ്ങ് ആകാശത്തേക്ക് കൊണ്ടുപോകും. വേറെ സമയം വരുമ്പോൾ അവിടെയുള്ള ഈ കൊണ്ടുപോയ മേഘങ്ങളായി തീർന്ന ഈ ജലത്തെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് പിന്നെയും താഴത്തേക്ക് ഒഴുക്കും. അതിലൂടെ ഭൂമിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ നീ ഭൂമിയെയും ജലത്തെയെല്ലാം കീഴടക്കിയിരിക്കുന്നു. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 131 5. ആദിത്യേ അസ്യ വീരസ്യ ചർക്കിരന്മദേശോ വൃഷന്നുഷിജോ യഥാവിധ സഖീയതോ യഥാവിധ ചകർത്തകാരമേഭ്യ പ്രധാനാ പ്രവദന്തവേ തേ അന്യാമന്യം നദ്യം സനിഷ്ണുത ശവസ്യന്ത സനിഷ്ണത. ഇന്ദ്രൻ സോമത്താൽ ആനന്ദം പ്രാപിച്ച് അഭീഷ്ടങ്ങൾ നൽകുന്നവൻ ആയിത്തീരണമേ. സ്വന്തം സാധകന്മാരുടെ രക്ഷകനായിത്തീരണമേ. യജമാനനു വേണ്ടി യുദ്ധങ്ങളിൽ വ്യാപൃതൻ ആകണമേ. എല്ലാവരും ഇന്ദ്രനിൽ നിന്ന് അനുഗ്രഹം ആഗ്രഹിക്കുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, സോമത്താൽ നമ്മൾ നൽകുന്ന വസ്തുക്കൾ, ഇതാണ് സോമം. ഈ സോമത്താൽ ആനന്ദം പൂണ്ട് ഈ കൊടുക്കുന്നതിൽ ആരാണ് എടുക്കുക? ഇന്ദ്രൻ തിന്നും. അരിയും വെള്ളവും ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതെന്ത് ചെയ്യും? ചോറാക്കി തരും. പിന്നെ അരിയും വെള്ളവും കിട്ടൂല. അതാര് തിന്ന്? ഇന്ദ്രൻ തിന്ന്. ആധുനിക സയൻസിൽ പറയുമ്പോൾ സിസ്റ്റം അബ്സോർബ്സ് ദീസ് സബ്സ്റ്റൻസസ്, ഇൻപുട്സ്. സിസ്റ്റം ഇൻപുട്സിനെ എല്ലാം അബ്സോർബ് ചെയ്യും. അതിനാണ് ഇവിടെ തിന്നുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് തരുന്നത് ഔട്ട്പുട്ടാണ്. അത് വേറൊരു വസ്തുവാണ്, ചോറാണ്. അപ്പോൾ തിന്നണ്ടിക്കൽ അതിനെന്ത് വേണം? സന്തോഷം ഉണ്ടെങ്കിലല്ലേ തിന്നുള്ളൂ. അപ്പം ഇന്ദ്രന് സന്തോഷം ഉണ്ടെങ്കിലേ അത് സ്വീകരിക്കുകയുള്ളൂ. സന്തോഷം വരണ്ടിക്ക് എന്തായിരിക്കണം? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. അപ്പം നീ സോമത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരിക. സ്വന്തം നിന്നെ സാധന ചെയ്യുന്നവരോട്, നിന്നെ ആശ്രയിക്കുന്നവർക്ക് നീ രക്ഷകനായി തീരുക. അവരെ രക്ഷിക്കുക. അവരെ വിശപ്പ് തീരും, അവർ രക്ഷപ്പെടും. അല്ലാതെ അവർ കിടന്ന് അധ്വാനിക്കാത്തവൻ പട്ടിണി കിടന്ന്, ഇന്ദ്രന് അരിയും വെള്ളവും കൊടുക്കാത്തവൻ പട്ടിണി കിടന്ന് ചാവും. യജമാനന് വേണ്ടി യുദ്ധത്തിൽ വ്യാപൃതരാകണേ. എല്ലാ യജ്ഞവും യുദ്ധമാണ്. അപ്പം യജമാനന് വേണ്ടി ആ യുദ്ധം നടത്തിയിട്ടാണ് അത് യജമാനന് വേണ്ട വസ്തു ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാവരും നിന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിന്നിൽ നിന്നുള്ള അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവരും കഴിയുന്നത്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 131 6. ഉദോ നോ അസ്യ ഉഷസോ ജുഷേദഹ്യർക്കസ്യ ബോധഹവിഷോ ഹവീമഭി സവർഷാദ ഹവീമഭി യദിന്ദ്രഹന്തവേ മൃധോ വൃഷ വജ്രം ചികേതസി ആമേ അസ്യ വേദസോ നവീയസോ മന്മശ്രുധീ നവീയസഹ.
ഇന്ദ്രൻ ഞങ്ങളുടെ പ്രഭാതകാല യജ്ഞത്തിലെ ഹവിസിനെ സ്വീകരിക്കുകയും ഞങ്ങളുടെ സ്തുതികൾ ശ്രദ്ധിക്കുകയും ചെയ്യണമേ. ഇന്ദ്രൻ ശത്രുക്കളുടെ സംഹാര രുദ്രനാണ്. എൻ്റെ മനോഹരങ്ങളായ സ്തോത്രങ്ങൾ ശ്രവിക്കണമേ. ഇന്ദ്രനോട് പറയുകയാണ്, നീ പ്രഭാതകാല യജ്ഞത്തിൽ വന്ന് ഹവിസ് സ്വീകരിക്കുക. നമ്മൾ രാവിലെ തന്നെയാണ് യജ്ഞം ആരംഭിക്കുക. എല്ലാം ശുഭ രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നീ രാവിലെ വന്ന് നമ്മളെ തരുന്ന ഹവിസെല്ലാം സ്വീകരിക്കുക. ഞങ്ങളെ ശ്രുതികൾ ശ്രദ്ധിക്കുക. നമ്മളെ ശ്രുതികൾ ശ്രദ്ധിച്ചിട്ടാണ് നീ നമുക്ക് വേണ്ട സാധനം ഉണ്ടാക്കി തരേണ്ടത്. നമ്മൾ മാവ് തരും. മാവ് തന്നു കഴിഞ്ഞാൽ നിന്റെ ജോലി ഒന്നുകിൽ അതിനെ ദോശമാരിയാക്കിയിട്ട് തരിക. അപ്പം ദോശ ഉണ്ടാകുന്ന സയൻസ് അനുസരിച്ചാണ് നമ്മൾ മാവ് തരുന്നുണ്ടെങ്കിൽ നീ അതിനെ ദോശ രൂപത്തിൽ തരിക. ചിലവർക്ക് ദോശ രൂപത്തിൽ വേണ്ട, ഇടിയപ്പന്മാരിയാണ് വേണമെങ്കിൽ അവർ ആ മാവ് ആ രൂപത്തിൽ തരും. നീ അതിനെ ഇടിയപ്പമാക്കി മാറ്റി തരിക. അല്ല, റൊട്ടി രൂപത്തിലാണ് അവർക്ക് വേണമെങ്കിൽ അവിടെ അവർ വേറെ റൊട്ടിയുടെ സ്തോത്രം, റൊട്ടി ഉണ്ടാക്കേണ്ട സ്തോത്രമാണ് പറയുക. വേദത്തിലുണ്ടാവും റൊട്ടി ഉണ്ടാക്കേണ്ട സ്തോത്രം. ആ സ്തോത്രം ചൊല്ലിക്കൊണ്ട് നിന്നെ റൊട്ടി ഉണ്ടാക്കേണ്ട മാവെല്ലാം കുഴച്ച് തന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുക? റൊട്ടി ഉണ്ടാക്കി തരിക. അപ്പോൾ ഞങ്ങളുടെ സ്തുതികൾ കേട്ട് ഹവിസിനെ സ്വീകരിച്ചിട്ട് പ്രഭാതത്തിൽ നമ്മളെ സഹായിക്കണേ. നീ എങ്ങനെ വരണം? വജ്രായുധനായ നീ ശത്രുക്കളുടെ സംഹാരമൂർത്തിയാണ്. നീ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ ദോശ മാവ് അഗ്നിയുടെ സഹായത്താൽ കല്ലിലൊഴിക്കുമ്പോൾ നമുക്ക് ദോശയല്ല, ആ വെള്ളം മാതിരിയുള്ള സാധനമല്ല കിട്ടുന്നത്. നല്ല ഒരുമാതിരി കട്ടയായിട്ടുള്ള സാധനം ദോശയാണ് കിട്ടുന്നത്. ആ ദോശമാവിന് അത് ഇഷ്ടമൊന്നുമല്ല. ദോശമാവ് ഒരു ഗുസ്തിയെല്ലാം പിടിക്കും. അതാണ് ആ കല്ലിൽ ഒഴിക്കുമ്പോൾ ഷൂ എന്ന് പറയുന്ന ഒച്ചയെല്ലാം പുറത്തു വരുന്നത് കണ്ടിട്ടില്ലേ? അത് അവിടെ ഒരു ഗുസ്തി നടക്കുകയാണ് അഗ്നിയായിട്ട്. വെള്ളരൂപത്തിലുള്ള അഗ്നി പറയും, അല്ല വെള്ളവും മാവും കൂടി നിൽക്കുകയായിരുന്നു. അഗ്നി പറയും വെള്ളം നീടെ വിട്ടു പോകണം, ആ മാവിനെ വിട്ടിട്ട് പോകും. പക്ഷേ വെള്ളം സമ്മതിക്കില്ല. പിന്നെ അവിടെ ഒരു ഗുസ്തിയാണ്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പിന്നെ വെള്ളം അവസാനം ശപിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരുമാതിരി വേലത്തരെല്ലാം കാട്ടിയിട്ട് ആ വേലത്തരം കാട്ടുമ്പോഴാണ് ചിലപ്പോൾ എല്ലാം ചൂടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടിട്ടില്ലേ? അതൊന്നും മസിലെല്ലാം പിടിച്ച് നോക്കുന്നതാണ്. എന്നിട്ട് പിന്നെ തോറ്റിട്ട് വെള്ളം അങ്ങ് പോകും. ഇത് നല്ല കട്ടിയായിട്ട് നിൽക്കും. വലിയൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. നീ ശത്രുക്കളുടെ സംഹാരരുദ്രനാണ്. നീ എൻ്റെ മനോഹരമായ സ്തോത്രങ്ങൾ കേൾക്കണേ. ഈ വിദ്യ ഉപയോഗിക്കുന്നത് നമ്മളാണ്. ഏത്? സയൻസ് തത്വം അനുസരിച്ച്. എന്താണ്? ഒരു ദോശമാവിൽ വെള്ളവും പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഷേപ്പിലാക്കി എടുക്കാം. എല്ലാ പൊടി മാത്രം എടുത്തിട്ട് ഇങ്ങനത്തെ ഷേപ്പിലാക്കാൻ പറ്റുമോ? അപ്പം നമുക്കൊരു സയൻസ് കണ്ടു. എന്ത് ചെയ്യണം? ഈ വട്ടത്തിൽ കട്ടിയായിട്ട് കിട്ടണ്ടേ? എല്ലാ ദോശമാവ് എടുത്തിട്ട് അതെങ്ങനെയാണ് അങ്ങനെ ആക്കാൻ പറ്റുന്നത്? പറ്റില്ല. അപ്പം നമ്മളൊരു സയൻസ് കണ്ടുപിടിച്ചു. ഇതിങ്ങനെ കുഴച്ചിട്ട് വെള്ളം ഇതിലിങ്ങനെ കുഴച്ചെടുത്തിട്ട് ചൂടുള്ള കല്ലിലാക്കി കഴിഞ്ഞിട്ട് ചൂടാക്കിയാൽ ആ വെള്ളം, ആദ്യം വെള്ളമാണ് അതിനെ കുഴച്ച് ഈ പരുവത്തിലാക്കുന്നത്. പിന്നെ വെള്ളത്തോട് പറയും നിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ അങ്ങ് പോകുമ്പോൾ ആ ഷേപ്പിൽ സാധനം കിട്ടും. ഇതിലെല്ലാം കുറേ സയൻസ് ഉണ്ട്. വെറുതെ ഇങ്ങനെ ശൂശി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന മാതിരിയല്ല, വലിയ സയൻസ് വെച്ചിട്ട് തന്നെയാണ്. എത്ര ഗവേഷണം നടത്തിയിട്ടായിരിക്കും പണ്ടുള്ളവർ ഈ ദോശ കണ്ടുപിടിച്ചതെന്നറിയാമോ? നമ്മളിപ്പോൾ ചുമ്മാ എടുത്ത് തിരിച്ചും മറച്ചു വിടുന്നു. പക്ഷെ അതിൻ്റെ അകത്തും ഒരു വലിയ സയൻസ് ഉണ്ട്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 131 7.
ത്വം തമിന്ദ്രാവാവൃധാനോ അസ്മയുർ അമിത്രയന്തം തു വിജാതമർത്യം വജ്രേണ ശൂരമർത്യം ജഹിയോ നോ അഖായതി ശുണുഷു സുശ്രസ്തമാ ദിഷ്ടം ന യാമന്നപ റോദുർഭൂർമതേർ വിശ്വാപഭൂതുർ ഭൂതു ദുർമതീ. ഞങ്ങളെ പീഡിപ്പിക്കാൻ അടുക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരാൻ ഇന്ദ്രനോട് അപേക്ഷിക്കുന്നു. ഇന്ദ്രൻ്റെ വജ്രത്തിൻ്റെ പ്രഹരത്താൽ ആ ദുഷ്ടബുദ്ധികളായ പീഡകന്മാർ പലായനം ചെയ്യട്ടെ. ഇന്ദ്ര, ഞങ്ങളെ പീഡിപ്പിക്കുവാൻ അടുക്കുന്ന ശത്രുക്കളെ നീ നശിപ്പിക്കുക. അതിനുവേണ്ടി നീ മുന്നോട്ട് വരിക. നമ്മളെ പീഡിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരയായി നിൽക്കുന്ന ശത്രുക്കൾ. എന്താണ് പാരയായി നിൽക്കുന്നത്? ഇപ്പോൾ ഒരു കഷ്ണം ഇരുമ്പിനെ അടിച്ച് പരത്തി കത്തിയാക്കണം എന്ന് വെച്ചോ. അടിക്കുമ്പോൾ ഇരുമ്പ് പറയും, അങ്ങനെയൊന്നും നീ എന്നെ തോപ്പിക്കാൻ നോക്കണ്ട, നീ അടിച്ചോ ഞാൻ കൊണ്ടുകൊള്ളാം. ശത്രു മസിലും പിടിച്ച് നിൽക്കും, നീ എത്ര അടിക്കും നോക്കട്ടെ എന്ന്. അവസാനം നമ്മളെ കൈ കുഴയും, അതിനൊരു ചുക്കും വരില്ല. അപ്പോഴാണ് നമ്മൾ അഗ്നിയെടുത്ത് ചൂടാക്കുന്നത്. അഗ്നിയെടുത്ത് ചൂടാക്കുമ്പോൾ ഇന്ദ്രനും കൂടിയും വന്നിട്ട് അതിൻ്റെ അകത്ത് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിയിട്ട് പെട്ടെന്ന് അടിച്ച് പരത്തിത്തരും. അപ്പം ശത്രുതയെല്ലാം ഇല്ലാതാകാം. അല്ലാതെ വെറുതെ അടിച്ചിട്ട് പരത്തുകയാണെങ്കിലും അവിടെയും സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്നുണ്ട്. അവിടെ പങ്കെടുക്കുന്നതും ഇന്ദ്രൻ തന്നെയാണ്. അപ്പം ശത്രുതയെ, ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി നീ മുന്നോട്ട് വരിക. ഒരു യജ്ഞം ചെയ്യുമ്പോൾ, അതായത് എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് പ്രവർത്തിക്കും അതിനെ എതിർക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ നീ മുന്നോട്ടേക്ക് വരിക. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ എതിർപ്പുണ്ടാവും, അതിനെ നേരിടാൻ നീ മുന്നോട്ടേക്ക് വരിക. നീ വീരനാണ്. നിന്റെ വജ്രത്തിൻ്റെ പ്രഹരത്താൽ അവർ പലായനം ചെയ്യട്ടെ. ഇരുമ്പടിച്ച് പരത്താൻ നോക്കുമ്പോൾ ആ ഇരുമ്പിൻ്റെ അകത്തുള്ള സ്ട്രക്ചറിൽ മാറ്റം വരും. പൊട്ടിച്ചിട്ട് വേറൊരു തരത്തിൽ യോജിപ്പിക്കും. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം എന്താ സംഭവിക്കുകയെന്ന്. അപ്പം അതിനെ പൊട്ടിച്ചിട്ട് വേറൊരു തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടാണ് പരത്തി വരുന്നത്. ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന മേസ്ത്രിയാണ് ഇന്ദ്രൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എതിർപ്പുകളെല്ലാം ഓടിപ്പോകും. ഇരുമ്പ് ആദ്യം അനുവദിക്കില്ല, പക്ഷേ ഈ ഇന്ദ്രൻ അവിടെ കിടന്ന് അടിക്കുമ്പോൾ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രൻ അതിനെ വജ്രായുധത്താൽ ആറ്റങ്ങളെയെല്ലാം പൊട്ടിച്ചിട്ട്, വജ്രായുധം പ്രയോഗിക്കാനുള്ള ശക്തി നമ്മൾ കൊടുക്കുന്ന അടിയിൽ നിന്നാണ് അത് എടുക്കുന്നത്. എന്നിട്ട് ആറ്റങ്ങളെ മുറിച്ച് മാറ്റി, തന്മാത്രകളെ മുറിച്ച് മാറ്റിയിട്ട് പുതിയ ഫോമിലാക്കി തരും. അപ്പം ശത്രുക്കളെല്ലാം പലായനം ചെയ്യും, എതിർപ്പുകൾ ഇല്ലാതാക്കും.